മോളെ കാവേരി, മോളെ, ഞാൻ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു. നിങ്ങൾ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുകയാണോ? എന്താ കാര്യം? കുന്ത മോളെ കാണുന്നില്ലെന്നേ. ആര്? കാവേരിയോ? ആ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് പോയി അന്വേഷിക്കുക. അവിടെയും നോക്കി ഇവിടെയും നോക്കി, എല്ലായിടത്തും അന്വേഷിച്ചേ. പിന്നെ അവൾ എവിടെ പോവാനാ? കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏതെങ്കിലും? വരൂ സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ, മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, പ്രതിയുടെ ജ്യേഷ്ഠൻ. ഇവനെ കണ്ടിട്ടൊരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെടാ നിന്റെ സഹോദരൻ? ബോംബെ പോയി. എവിടെ? ബോംബെ. ബോംബെ. ഒറ്റയ്ക്കാണോ? കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ് സാർ. സത്യം പറയടാ. ഒറ്റയ്ക്കാണ് സത്യം. കള്ളം, പച്ച കള്ളം. നിനക്ക് 5 നിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അനിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചാവിട്ട് നിന്റെ എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുതേ. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാൽ അയാളും കൂടെ വരട്ടെ. 2 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് തട്ടി അകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 മിനിറ്റ്സ്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. നിര എങ്ങോട്ട് എത്ര അർജന്റായിട്ട് പോകുന്നത്? വായുവിളി വാങ്ങാനോ? കാര്യങ്ങളൊക്കെ കുഴപ്പമായെന്നാ തോന്നുന്നത്. വേലുവേട്ടൻ ഉടനെ വീട്ടിലോട്ട് വരണം. കാര്യം എന്താ? അതൊക്കെ പറയാം. വേഗം മീശ ഒട്ടിച്ചു വാ. ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ. നമസ്കാരം. ഇരിക്കണം. ആ സാറോ? എന്താ സാറേ വിശേഷം? കുന്തം. ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ, അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ, അല്ല ഈ നാട്ടുകാരുടെ കുന്തം? ആരാ? നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? സാറേ തൊപ്പി ഒന്ന് എടുക്കണം. ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെ അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നും ഇല്ല. പിന്നെ എവിടെ പോയി? എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ്. ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നതിലോട്ട്. അതെ, മദ്രാശി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന്. ഇതെന്താ പിള്ളേർ കളിയോ? ഈ ബോംബെ വഴി മദ്രാശി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാശി പോകുന്നുണ്ട്. ഇതേ കഴിഞ്ഞ ആഴ്ച മിസ്റ്റർ ഗോവിന്ദൻ എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോരു ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. 2 എണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് കുസ്തി ചെയ്യും. ഈ ചിലരെ ഞാൻ പിഴിയും. വേണ്ട, അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സാർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആൾമാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. സാർ, എന്റെ ഈ മീശ ഇതിലെന്തോ വലിയ ചതിയുണ്ട്. കൂടാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും. ഞാനാണ് സർ ജയൻ. അപ്പൊ അജയനോ? അജയനാണ് സർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് ഇദ്ദേഹം. അജയന്റെ അച്ഛനോ?
അല്ല സാർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ മോളെ ഇവിടെ മാറിക്ക്. മോളെ മാറിക്ക്. ആ നമ്മളെ സെർച്ച് ചെയ്യൂ. കുളിമുറി പൂജാമുറി ഒന്നും ഇടണ്ട, എല്ലാം നോക്കൂ. എടോ സത്യം പറയണം, ആരാണ് ഈ ബാലു? എന്റെ അനിയനാണ്. അവനെവിടെ? അവനോടില്ല. ആട്ടെ, ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ? അല്ല. അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ കൂടെ ഇറങ്ങി പോകാൻ? ഞാൻ അങ്ങനൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത്. ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത്. ശശിയും പാർവതിയോ? ശിവനും പാർവതിയല്ലേ? പെൺകുട്ടികളെ നേരെ വളർത്താൻ അറിയില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം. തന്റെ അനിയനിലെ ബാലു, അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവും എനിക്കറിയാം. സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. ഒരു ശീലാവതി ഭാര്യയോട് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ പറയണം. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ ഇന്നലെ കിട്ടുമോ ഇന്നും കിട്ടും. എന്റെ പൊന്നു വക്കീൽ സാറെ, ഒരു ജാമ്യം അനുവദിച്ചു തന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം. ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, മനസ്സിലായോ? ഒറ്റയെണ്ണമാണെങ്കിൽ പോകരുത്. നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത്. കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും. സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ. അല്ലാതെ എല്ലാവർക്കും കണ്ടുകൂടെ? ആരാണാവോ? സിഐഡി വേഷം മാറി വന്നു. സത്യം പറ സാറേ, മന്ത്രിയാണോ? അല്ല, കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? വെറും കുട്ടമ്പിള്ള. ഈ കേസിനെ പറ്റി എനിക്കെന്നറിയാം. പലതും അറിയാം. ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടലിന്റെ പേര് പറ, എനിക്കിപ്പോ ഒരു അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല. അവർ മതിവിധ രാത്രി പിന്നിട്ട് കഴിഞ്ഞു. കുട്ടമ്പിള്ളേ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കാവേരി അവൾക്ക് അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു. അത് മറ്റാരുമല്ല, എന്റെ മകൻ വിദ്യാധരൻ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി. അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും. ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും. എല്ലാ തയ്യാറെടുപ്പും കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാലയ്ക്ക് മാല, താലിക്ക് താലി, പുടവയ്ക്ക് പുടവ, എല്ലാം റെഡി. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോയി ജീപ്പിൽ കയറോ. എല്ലാവരും ജീപ്പിൽ കയറും. ആദ്യം കയറോ. വരും വരും. ഞാൻ പറഞ്ഞു. താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയനോ? പോയി കയറോ. വിദ്യാധരന്റെ റൂം ഏതാ? 27. കൂടെ ഒരു പെണ്ണുണ്ടോ ചോദിച്ചു സാറേ? കൂടെ ഒരു പെണ്ണുണ്ടോ? ഉണ്ട്. വേണം. സാർ 27 കണ്ടാൽ എനിക്ക് ഇറങ്ങിവിടാ. 27 ആണെന്ന്. 27 തന്നെടാ. അതെ 27. വിദ്യാധരനോടാ? ആരാ? എന്റെ തന്ത. എടാ, അച്ഛൻ തന്നെയാ. വാഴ തുറക്കുക, എല്ലാം ശരിയായി. എന്റെ തന്ത മരിച്ചുപോയി. എന്നാ അയാളുടെ പ്രേതം. എടാ, ഇത് ഡിപ്പാർട്ട്മെന്റ് ആടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. മോനെ വിദ്യാധര, മോനെ ഇവിടെ. മിന്നൽ പരമിച്ചവനെയാണ് നീ കടിച്ചിരിക്കുന്നത്.